ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഒരു വലിയ എക്സാമിൻ്റെ ഒരു ചെറിയ എക്സാം അത് ഫേസ് ചെയ്യാനാണ് ഞാൻ നിന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാതെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ടായിരുന്നു ലാഗ് കേട്ടോ എപ്പിസോഡ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ട ആനിമി റിട്ടേൺ ആസ് മാജിക് ടു ബി സ്പെഷ്യൽ എന്ന ആനിമിയുടെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ പോയി ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് വന്നോളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഒരു എക്സാമിനേഷൻ പോവായിരുന്നു. അതിൽ നമ്മളുടെ ഡിസയറും റൊമാൻറ്റിക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള റിസൾട്ട് ടീച്ചേഴ്സ് ഇവിടെ അനലൈസ് ചെയ്യാണ്. ഏതൊക്കെ പിള്ളേരെ ആൽഫയിൽ എടുക്കണം, ഏതൊക്കെ പിള്ളേരെ ബീറ്റിൽ എടുക്കണം. യൂഷ്വലി നമ്മളുടെ സ്കൂളിലൊക്കെ ജയിച്ച പിള്ളേരെ ആൽഫയിൽ എടുത്ത് മറ്റു പിള്ളേരെ ബീറ്റിൽ എടുക്കുമെങ്കിൽ ഈ ഒരു സ്കൂളിൽ കുറച്ചും കൂടെ മാറിയിട്ട് പുവർ ആയിട്ടുള്ള പിള്ളേരെ ബീറ്റിലും റിച്ച് ആയിട്ടുള്ള പിള്ളേരെ ആൽഫയിലാണ് എടുക്കുന്നത്. പിന്നെ എന്തിനായി മത്സരം എന്ന് ചോദിച്ചാൽ അതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനൊരു മത്സരം അങ്ങ് നടത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുകയാണ്. അപ്പം നമ്മളുടെ പ്രൊഫസർ ബ്രിഗറ്റ് നമ്മളെ ഡിസൈ ഹാർമാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവൻ ഭയങ്കര പൊളിയായിട്ട് പെർഫോം ചെയ്ത് ഇവനെ ആൽഫ തന്നെ എടുക്കണം എൻ്റെ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ആൽഫ ക്ലാസിൻ്റെ ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ ഡിസയർ ആ ലിസ്റ്റിലില്ല. അതേപോലെ തന്നെ നമ്മളുടെ റൊമാൻറ്റിക്കും ആ ലിസ്റ്റിലില്ല. അവർ രണ്ടുപേരും ബീറ്റ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത റൊമാൻറ്റിക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വിൻ ചെയ്ത ഡിസയറും ബീറ്റ ക്ലാസ്സിൽ ഒരു ഉണങ്ങിയ ക്ലാസ് റൂമിലാണ് പോയിരിക്കുന്നത്. പെയിന്റ് വല്ല ഒന്നുമില്ല, മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞൊരു ക്ലാസ് റൂം. ഇത് കണ്ടിട്ട് റൊമാൻറ്റിക്കൊക്കെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ലെവലിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ടീച്ചർ. അതായത് നിങ്ങൾ ഫസ്റ്റ് ലെവലാണ് ഇപ്പോൾ പിള്ളേരെ, നിങ്ങൾ സെക്കൻഡ് ലെവലായി തേർഡ് ലെവലായി അങ്ങനെ നിങ്ങൾ ഏറ്റവും മണ്ടേ പോയാലേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, ആൽഫ ക്ലാസ്സിൽ പോകാൻ പറ്റൂ. പക്ഷേ ഇതിലൊരു സത്യം, ഞാൻ തന്നെ മൂന്നാമത്തെ ലെവലാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ കിടന്നാൽ ഭയങ്കര ചിരിയാണ്. അപ്പോൾ നമ്മുടെ റൊമാൻറ്റിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരാണ്. ഇയാൾ ഇതെന്താ പറയുന്നത്, കിളി പോയ ചെറുക്കനാണോ ഇയാൾ എന്നും പറഞ്ഞിട്ട്. അതുമാത്രമല്ല അവൾക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഈ സാറൊന്നും പഠിപ്പിക്കുന്ന കൂടിയില്ല, അയാൾക്ക് അറിയത്തോലുമില്ല ലെവലിൻ്റെ ഒക്കെ പേരൊന്നും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിസയർ റൊമാൻറ്റിക് നോക്കുന്നത്. ഈ വഴി നോക്കി ഇവിടെ തന്നെയാണോ, ഇവനും അങ്ങും അഡ്മിഷൻ കിട്ടിയില്ലേ, ഇവനെ എടുത്തില്ലേ എന്നും പറഞ്ഞിട്ട് റൊമാൻറ്റിക് ഇരിക്കുകയാണ്. നമ്മളുടെ ബ്രിഗറ്റിനെ പോയി ഡിസയർ കാണുന്നുണ്ട്. ബ്രിഗറ്റിനോട് ഡിസയർ പറയുന്നുണ്ടല്ല എന്തുകൊണ്ട് റൊമാൻറ്റിക്കിനെ ഇപ്രാവശ്യവും ആൽഫ ക്ലാസ് എടുത്തില്ല എന്ന്. അപ്പോഴത്തേക്കും ബ്രിഗറ്റ് പറയാണ്, അതിപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തതാണ് നിന്നെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ കൊണ്ട് പോലും കഴിയുന്നില്ലായിരുന്നു, പിന്നെ എങ്ങനെ അവൾ എടുക്കുന്നേ എന്ന് നമ്മളുടെ ആര് പറയണം, ബ്രിഗറ്റ് പറയാണ്. എന്തായാലും നിങ്ങൾക്ക് ആൽഫ ക്ലാസ് കയറാൻ പറ്റും, എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവും, ഒരു അവസരം ഉണ്ടല്ലോ അതുവഴി കയറിയാലോ എന്ന് പറയാണ് നമ്മളുടെ ഡിസയർ. ആദ്യത്തെ പാടാണ്, നിങ്ങൾക്ക് വെപ്പൺ സപ്ലൈ ഒക്കെ കുറവായതുകൊണ്ട് ആ അവസരം യൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ബ്രിഗറ്റ് പറയാണ്. ഡിസയർ നമ്മളുടെ ബ്രിഗറ്റിനെ നോക്കുന്നുണ്ട്. ബ്രിഗറ്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറേ പ്രൊഫസേഴ്സും അതുപോലെ തന്നെ കുറേ പിള്ളേരും നമ്മളുടെ റൊമാൻറ്റിക്കും ഒക്കെ മരിച്ചത് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ കുറവ് കാരണമാണ്. അതിന് ഒരിക്കലും സംഭവിക്കാൻ ഞാൻ വിടില്ല എന്ന് നമ്മളുടെ ഡിസയർ പറയാണ്. അതേസമയം നമ്മളുടെ ഡൊണറ്റ വന്നിട്ട് നമ്മളുടെ റൊമാൻറ്റിക്കിനെ കാണാണ്. ഡൊണറ്റ ബ്ലൂ മൂൺ ക്ലബിൻ്റെ ഒരു ക്യാപ്റ്റനാണ്. അപ്പോൾ ബ്ലൂ മൂൺ ക്ലബ് എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രൈഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് കേട്ടോ. അപ്പോഴത്തേക്കും അതിലേക്ക് റൊമാൻറ്റിക്കിനെ എടുക്കാമെന്ന് പറഞ്ഞാണ് ഇവൻ വരുന്നത്. നിന്നെ കണ്ടിട്ട് എനിക്ക് നിന്നെ എൻ്റെ ക്ലബിലേക്ക് എടുക്കാൻ തോന്നുന്നു, ബ്ലൂ മൂൺ പാർട്ടിക്ക് നിന്നെ ഞാൻ വിളിക്കാനാണ് വന്നത്, ഇതാ ഈ പെൻഡൻറ്റ് നീ വെച്ചോ എന്ന് പറയണം. ആ പെൻഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാല കിട്ടുകയാണ്. അവളെ പ്രപ്പോസ് ചെയ്യുന്നതും ഡേറ്റിനെ വിളിക്കുന്നത് പോലെയാണ് അവനത് പറഞ്ഞത്. റൊമാൻറ്റിക് ഭയങ്കരമായിട്ട് വീണുപോയി. അപ്പോഴത്തേക്കും നമ്മളുടെ ആര് വരാണ്, ഡിസയർ വരാണ്. ഡിസയർ വന്ന് നോക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് ഡിസയർ പറയുമ്പോൾ അവൾ പേടിച്ചു പോകണം. പേടിക്കണ്ട, ഞാൻ പേടിക്കാൻ മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഡിസയർ ചോദിക്കുകയാണ്. നീ എന്തിനാ ഇപ്പോൾ ഇവിടെ എപ്പോഴും എൻ്റെ പിറകെ നടക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ലാന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് നമ്മളുടെ റൊമാൻറ്റിക് ചോദിക്കുകയാണ്. ഇത് കണ്ടോ, എനിക്ക് ബ്ലൂ മൂൺ പാർട്ടിക്ക് എനിക്ക് കിട്ടിയ ഇൻവിറ്റേഷനാണ്, ഞാൻ അതിന് എന്തായാലും പോകും, ഈ കോളേജിലെ പ്രൈഡ് ആയിട്ടുള്ള പ്രീമിയം ലെവലുള്ള സംഭവമാണല്ലോ, ഞാൻ പോയിരിക്കും എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡിസയർ പറയാണ്, നിനക്ക് സമയം കിട്ടുമ്പോൾ ഈ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കാം എന്ന് പറയാണ്. അതിനുശേഷം അതവിടെ വെച്ചിട്ട് നീ വായിക്കുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് പോയിന്ന് വായിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ചെവി പറയണം. ഇനി ലവ് ലെറ്റർ വല്ലതാണോ, നിനക്കും എന്നോടതാണോ എന്നും പറഞ്ഞിട്ട് അവൾ ഓപ്പൺ ചെയ്ത് വായിച്ച് ഞെട്ടിയിട്ട് അത് ചുരുട്ടിക്കൂട്ടിക്ക് നെഞ്ചത്ത് പിടിച്ചിട്ട് ഇതെങ്ങനെ ഇവനറിഞ്ഞു, ഇവനിതെങ്ങനെ അറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പുതിയൊരു ക്യാരക്ടറിനെ കാണുന്നത്. നമ്മളെ പ്രാംശനിൻ്റർ ആകെ ടെൻഷനായിട്ടിരിക്കേണ്ട സമയത്ത് ഭയങ്കര കൂളും റിലാക്സും ആയിട്ടിരിക്കുകയാണ്. പ്രാംശനിൻ്റർ നമ്മളെ ഡിസയറിനെയും ഡിസയറിനെ പ്രാംശനിൻ്ററിനെ
ഞാൻ കാണുന്നുണ്ട്. അതേസമയം നമ്മുടെ പ്രാംശനിന്ദ്രന് ഒരു മത്സരമുണ്ട്, ഒരു ചലഞ്ച് പോലെ. അങ്ങനെ അവൻ അവിടെ ചെല്ലാണ്. അപ്പോഴത്തേക്കും ഹീറോ ആയിട്ടുള്ള നമ്മുടെ ഡിസൈറും അവിടെ ചെല്ലാണ്. റൊമാൻറ്റിക്കും അവിടെ വരികയാണ്. റൊമാൻറ്റിക്ക് പൊതുവെ ക്യൂട്ടായിട്ടുള്ള തിങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രാംശനിന്ദ്രനോട് റൊമാൻറ്റിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ്. പ്രാംശനിന്ദ്രാണെങ്കിൽ അവിടെ ഒരു സോഡ് ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ സോഡ് തന്നെ എടുക്കുകയാണ്. അല്ല ഇവനെന്തിനാ ഇതെടുത്തേ എന്ന് നമ്മളുടെ ഡിസൈർ അന്തവിട്ട് കുന്തപിടിങ്ങി നോക്കുകയാണ്. എന്താ സംഭവം അവന് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും റൊമാൻറ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെന്നെ കൊണ്ട് ഇവനെ കൊണ്ട് പറ്റുമോ, ഇവന് കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഡിസൈറിന് അറിയാം അവനെ കൊണ്ട് പറ്റും. പക്ഷെ എന്നാലും എന്തായിരിക്കും ഇവൻ ഇതെടുത്ത റീസൺ എന്നറിയത്തില്ല. അവനാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ ബ്ലൂ മൂൺ പാർട്ടിയിലെ ഒരാളാണ് കേട്ടോ. അവനോടിട്ട് മത്സരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ ആൽഫ ക്ലാസ് ആണ്. ആൽഫ ക്ലാസിന്റെ മുന്നിൽ ബീറ്റ ക്ലാസ് എപ്പോഴും തോറ്റു പോകണം, അതാണ് പതിവ്. അപ്പോഴത്തേക്കും നമ്മളെ പ്രാംശനിന്ദ്രൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൽഫ ക്ലാസ്സിൽ ആ പയ്യനോട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ നമ്മളെ പ്രാംശനിന്ദ്രന്റെ ഷോള് തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളിച്ച് കൈ കൊണ്ടുള്ള ഫിസിക്കൽ അറ്റാക്കിലേക്ക് കയറുകയാണ്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തുകൂടായിരുന്നു. ആ സോഡ് തെറിപ്പിച്ചത് തന്നെ ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു റൂളിൽ കൂടെയാണ്. റൂളൊക്കെ ബ്രേക്ക് ചെയ്താണ് അവർ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ജയിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ ഹീറോ ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, പ്രാംശനിന്ദ്രനെ നീ ഒന്നും ചെയ്യരുത്, നിനക്ക് ജയിക്കണമെന്ന് ആഗ്രഹമല്ലോ, നീ ജയിച്ചില്ലേ, ഏത് വഴി കൂടെ നീ ജയിച്ചില്ലേ, നീ ഇതിനകത്ത് ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോ എന്ത് ചെയ്യാണ്, പ്രാംശനിന്ദ്രനെ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇവൻ വിടാതെ നമ്മളെ ഹീറോനെ അറ്റാക്ക് ചെയ്യാണ്. ഹീറോ തടഞ്ഞുകൊണ്ട് പറയാണ്, നീ ഇതിവിടെ വെച്ച് തീർന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷെ നിനക്ക് ഇതിവിടെ വെച്ച് നിനക്ക് വേണമെന്നാണെങ്കിൽ നീ വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. ആൽഫ ക്ലാസ് ബീറ്റ ക്ലാസ്സിന്റെ മുന്നിൽ തോറ്റു എന്ന കാര്യം നീ കേൾക്കേണ്ടി വരും എന്ന്. ഇത് കേട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രാം കണ്ടു നമ്മുടെ ഹീറോയുടെ കൈ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, അവൻ്റെ സോഡ് തട്ടിയിട്ട്. പ്രാമാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടിയിട്ട് പറയണം, അയ്യോ ഞാൻ കാരണല്ലേ ഇത്രയും വലിയ മുറിവൊക്കെ പറ്റ്, അങ്ങനെയൊന്നും പറ്റാൻ പാടില്ലായിരുന്നു, എന്നെ രക്ഷിക്കാൻ എന്തിനാ താങ്കൾ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രാം എന്ത് ചെയ്യാണ്, ഹീറോനെ ഒരുപാട് കെയറിയാണ്. ഇത് കണ്ട് റൊമാൻറ്റിക്ക, നീ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാനങ്ങ് ഹെൽപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും പ്രാം അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഹീറോനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹീറോനെ കണ്ട് ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ട് നമ്മൾ പ്രാംശനിന്ദ്രൻ. അതിനുശേഷം പ്രാംശനിന്ദ്രൻ എന്ത് ചെയ്യാണ്, ഹീറോനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പം നമ്മളെ ഹീറോ റൊമാൻറ്റിക്കോട് ചോദിക്കുകയാണ്, അല്ലെ നീ ചോദിക്കാൻ വന്ന കാര്യം എന്തായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ റൊമാൻറ്റിക്ക പറയണം, വളരെ സീക്രട്ടാണ്, നീ കൊണ്ട് വാ, മാറിപ്പോയെന്ന് സംസാരിക്കാതെ. അങ്ങനെ അവിടെ മാറിപ്പോയെന്ന് സംസാരിക്കുകയാണ്. അതായത് റൊമാൻറ്റിക്ക ഒരു സാധാരണ ഒരാളുടെ മോളാണ്. അയാൾ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ റിച്ച് ആയതാണ്. അതായത് ഫാമിലി പരമായിട്ട് റൊമാൻറ്റിക്ക റിച്ച് അല്ല, അവളൊരു പുവർ ആയിട്ടുള്ള ആളാണ്. അവളുടെ അച്ഛൻ മാത്രമാണ് മെർച്ചൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, റിച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവളെ എന്ത് ചെയ്യുന്നത്, ആൽഫ ക്ലാസ് എടുക്കാതെ ബീറ്റ ക്ലാസ് എടുത്തിരുന്നത്. നീ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ബ്ലൂ മൂൺ പാർട്ടിക്ക് പോയാൽ അവൻ നിന്നെ എടുത്തിട്ട് കൊടയും, നീ സൂപ്പറായിട്ട് എന്ത് ചെയ്യും, തേഞ്ഞു പോകും എന്ന് ആരപ്പോൾ പറയാണ് നമ്മൾ ഡിസൈർ പറയണം. അങ്ങനെയൊന്നുമില്ല, നീ വിചാരിക്കും പോലൊന്നും അല്ല അവൻ എന്ന് നമ്മളുടെ റൊമാൻറ്റിക്ക പറയുന്നുണ്ടെങ്കിലും നിന്നോട് ഞാൻ കുറേ പറയാൻ നോക്കി, ഇനി നീ വേണേ വാ, ഞാനും പ്രാമും കൂടെ ഒന്നിച്ച് ടീം ഫോം ചെയ്തോളാം, നിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെങ്കിലും എന്ന് നമ്മളുടെ ഡിസൈർ പറയണം. എന്ത് നീയും പ്രേമും തമ്മിൽ അതെന്തൊരു ടീമാണത്, അത് വേണ്ട, ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാനായിട്ട് വരാൻ പോവാ. നിനക്ക് എന്നെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അറിയാം, എനിക്കും നിന്നെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് അറിയണം. നീ അങ്ങനെ നിന്റെ മാത്രം സീക്രട്ട് വെച്ചോണ്ട് ഇരിക്കേണ്ട. നീ ആരാ, എന്താ, നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്നൊക്കെ എനിക്കറിയണം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം അങ്ങ് എടുത്തു കളഞ്ഞു. അതായത് ഞാൻ നിന്റെ ടീമിൽ ഇനിയിപ്പോൾ വരും, എന്നിട്ട് നിന്നെ ക്ലിയർ ആയിട്ട് അടുത്തിരുന്ന് ഒബ്സർവ് ചെയ്യും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ടീമായിട്ട് അവർ കൈ കൊടുക്കുകയാണ്. എന്തായാലും പ്രാം നമ്മളുടെ ഹീറോയുടെ ടീമിൽ തന്നെയാണെന്ന് പ്രാമിന് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്കും പ്രാം എന്ത് ചെയ്യാണ്, അവൻ്റെ കയ്യിലുള്ള ഒരു സോഡ എടുത്ത് നോക്കുകയാണ്. അത് ആരുടെ സോഡ എന്താണെന്നൊന്നും ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ലാഗൊന്നും ഇല്ലാത്ത വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. ശ്രമിക്കും, ഇടും. അപ്പോഴത്തേക്കും നമ്മളുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ കൊച്ചുകുട്ടികൾക്കും ടാറ്റാ.